ഹലോ. അപ്പോഴേ അഖിലേ, എന്താണ് അഖിലേ, നിനക്ക് എന്താ പറ്റിയത്? ശരിക്കും വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് അഖിലിന്റെ ഒരു സാഹചര്യം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും നമ്മൾ എത്രയൊക്കെ സമ്പാദിച്ചു അല്ലെങ്കിൽ നമ്മൾ എത്രയൊക്കെ പണിയെടുത്തു എന്ന് പറയുമ്പോഴും നമ്മളെന്ന് പറയുന്ന ഒരാളിന്റെ വ്യക്തിത്വത്തെ നമ്മൾ സ്ട്രോങ് ആയിട്ട് നിലനിർത്തുന്ന സമയത്താണ് നമ്മളെന്ന് പറയുന്ന ഒരു വ്യക്തി തന്നെ രൂപപ്പെടുന്നതും മനുഷ്യർക്ക് നമ്മളെ അംഗീകരിക്കാൻ പറ്റുന്നതും. ഞാൻ സത്യസന്ധമായിട്ടൊരു കാര്യം പറയട്ടെ. ബിഗ് ബോസിന്റെ അകത്ത് ഈ അഗ്നിപരീക്ഷ നടക്കുന്നു. ഇതിന്റെ ജഡ്ജ്മെന്റ് ഒക്കെ അഖില് ഭയങ്കര ക്ലിയർ ആയിട്ട് ഭയങ്കര രസമായിട്ടാണ് അഖില് ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ സെൻസ് ചെയ്ത സമയത്ത് ഞാൻ തിങ്ക് ചെയ്തപ്പോഴത്തേക്കും അഖിലിന് ഏറ്റവും ബെസ്റ്റായിട്ട് പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ബിഗ് ബോസ്. അഖിലിന് ആ ഗെയിം അറിയാം. ആ ഗെയിമിനെ പറ്റിയിട്ട് ഏത് തരം വിലയിരുത്തലാണെന്നുണ്ടെങ്കിലും അഖില് ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നു. ഇത് അഖിലിന് പറ്റുന്ന ഒരു ഇടമാണ്. പക്ഷെ അഖിലെ, രാഷ്ട്രീയം പറയുന്നിടത്ത് അഖിൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ നിലപാട് പലയിടങ്ങളിലായിട്ട് എന്താ പറയാ മറിഞ്ഞു വീണു പോവുകയാണ്. ശരിക്കും അഖിലിന്റെ നിലപാടുകൾ എന്ന് പറയുമ്പോഴത്തേക്കും അത് ഇന്നൊന്ന് പറയണമെന്നുണ്ടെങ്കിൽ നാളെ മറിച്ച് പറയും, നാളെ ഒന്ന് പറയണമെന്നുണ്ടെങ്കിൽ മറ്റന്നാൾ തിരിച്ചു പറയും. ജനങ്ങൾക്ക് അഖിലിനെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റാതെ ആയി പോകുന്നു. ശരിക്കും ബിഗ് ബോസിനകത്ത് അഖിൽ വന്ന സമയത്ത് അഖിലിനെ കൃത്യമായിട്ട് ആളുകൾക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റിയ ആളുകൾ, ജനങ്ങൾ അഖിലിനെ സ്വീകരിച്ചായിരുന്നു. ശരിക്കും അഖിൽ വളരെ രസമായിട്ടുള്ള ഒരാളായിട്ടാണ് അഖിലിനെ ആളുകൾ ട്രീറ്റ് ചെയ്തത് പോലും. പക്ഷെ നിങ്ങൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്, സത്യമായിട്ട് പറയട്ടെ, നിങ്ങളുടെ ലൈഫിനെ തന്നെ നിങ്ങൾ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ ഇനി ഈ വിഷയങ്ങളിലൊന്നും ഒരു കാര്യങ്ങളിലും ഇടപെടുന്നില്ല. നിങ്ങൾ രാഷ്ട്രീയം പറഞ്ഞെടുത്ത് ദിലീപിന്റെ വിഷയം നിങ്ങൾ പറഞ്ഞു. അന്ന് പി ടി തോമസ് നിങ്ങൾക്കൊപ്പം, പി ടി തോമസ് ദിലീപിനെതിരെ നിന്ന ആളാണ്. അവരുടെ ഭാര്യ ഓപ്പോസിറ്റ് മത്സരിച്ചിട്ട് പോലും ഈ പറഞ്ഞ ആദർശിക്ക നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സപ്പോർട്ട് പറയാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒപ്പം വരികയോ ഒന്നും ചെയ്തില്ല. പകരം രമേശ് പിഷാരടിക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പോയി. അപ്പൊ അവിടെ നിന്ന് നിങ്ങൾക്ക് അവജ്ഞയുണ്ടായി. പൊളിറ്റിക്സ് പറഞ്ഞതിന്റെ പേരിൽ BJP-ക്കാരുടെ ഇടയിൽ സംഘപരിവാറിനെതിരെ നീ സംസാരിച്ചു. അങ്ങനെ നിനക്ക് അവജ്ഞയുണ്ടായി. അത് കഴിഞ്ഞിട്ട് നീ വീണ്ടും 2020 തന്നെ മത്സരിക്കാൻ വേണ്ടി പോകുന്നു. ഈ പറഞ്ഞ 2020 എന്ന് പറയുന്നത് BJP-യുടെ ഒരു പാർട്ട് ഓഫ് സ്പേസ് തന്നെയാണ്. അവിടെ നിന്നും നിനക്ക് അവജ്ഞ കിട്ടിയെന്ന് പറയുന്നു. നീ ഓരോ വിഷയങ്ങളും ഇപ്പൊ BNS ആക്ട് പ്രകാരം നിനക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തിയെന്ന് പറയുന്നു. നീ കുറെ എഫേർട്ടുകൾ എടുക്കുന്നു എന്ന് പറയുന്നു. നീ രാഷ്ട്രീയം പറയുന്നതിന്റെ പേരിൽ ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ നമ്മൾ ഇതൊക്കെ ചെയ്യാൻ ബാധ്യസ്ഥരാണല്ലേ. നീ അത് ചെയ്യുന്നത് കൊണ്ടൊന്നും തെറ്റില്ല, നിന്റെ നിലപാടുകൾ പറയുന്നതിലും തെറ്റില്ല. പക്ഷെ നീ നിലപാടുകൾ ഇങ്ങനെ ചേഞ്ച് ചെയ്ത് മാറ്റുമ്പോഴത്തേക്കും നിന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഓഡിയൻസ് ആയിരുന്നു ബിഗ് ബോസിലെ ഓഡിയൻസ് എന്ന് പറയുന്നത്. ഈ ഓഡിയൻസിന് കൺഫ്യൂസ്ഡ് ആയി നീ. ശരിക്കും നീ നല്ല രീതിയിലുള്ള ജഡ്ജ്മെന്റ് പോലും പറയുമ്പോഴത്തേക്കും നിന്നെ അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിൽ നിനക്ക് വിമർശനങ്ങളും ആളുകൾ നിന്നെ അറ്റാക്ക് ചെയ്യാനും തുടങ്ങി. ഇത് നിനക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിലുള്ള പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നീ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത്. കാരണം നീ ഇരിക്കുന്ന ഇപ്പോൾ ഒരു പ്ലാറ്റ്ഫോമിൽ ഇരിപ്പുണ്ട്. ഈ പ്ലാറ്റ്ഫോമിൽ ഇനി എങ്ങനെ ജനങ്ങളെ കൺവിൻസ് ചെയ്യണം, ഞാൻ ഇനി ഒരു പണിക്ക് പോകുന്നില്ല, ഞാൻ എൻ്റെ കാര്യങ്ങൾ മാത്രം നോക്കി ഞാൻ ജീവിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നീ പോകുമ്പോഴത്തേക്കും അഖിൽ ഇപ്പം മറ്റേ പണികളൊക്കെ നിർത്തി, അതുകൊണ്ടിട്ട് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്ന അഗ്നിപരീക്ഷയിൽ അഖിലിന് നല്ലത് പറയാം, ഇനി അഖിലിന് നെഗറ്റീവ് ഒന്നും ആരും പറയരുത് എന്ന് അഖില് അടുത്ത ഒരു സംഭവം അഖില് തന്നെ ആലോചിച്ചിട്ട് ചെയ്യുന്ന പരിപാടിയാണോ ഇത്? അഖില നിലപാടുകൾ പറഞ്ഞു. അഖില എന്താന്ന് വെച്ചാൽ പറഞ്ഞു. ഹാഷ്മിയുടെ ഒരു ഇത് നിങ്ങൾ തമ്മിലുള്ള മുഖാമുഖം പരിപാടി ഞാൻ കണ്ടു. അതിനകത്ത് സത്യമായിട്ടും ലിറ്ററലി അഖിലെ നിനക്ക് ആൻസർ ഇല്ല. നീ അവിടെ ഇരുന്ന് പുഴുകുകയാണ് ശരിക്കും. സീരിയസ്ലി ഞാൻ പറയട്ടെ, ഐ ഓണസ്റ്റ് ടെൽ യു, എനിക്ക് ഭയങ്കര സങ്കടമായി പോയി ശരിക്കും. കാരണം നമ്മളൊക്കെ ഞാൻ ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് കണ്ടിരുന്ന ഒരു അഖിലുണ്ട്. എത്രയോ മണിക്കൂറുകളാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് അല്ലേ? ബിഗ് ബോസിന് ശേഷം നമ്മൾ സംസാരിക്കലൊന്നുമില്ല. ആ അഖിലിന്റെ പ്രൊഫൈലായി, അഖിലിന്റെ തിരക്കുകളായി, അഖിലിന്റേതായിട്ടുള്ള ഇതൊന്നുമല്ല ഞാൻ മാറ്ററായിട്ട് പറയുന്നതല്ല. പക്ഷെ അപ്പോഴൊക്കെയും പല വിഷയങ്ങളും നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ഒരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നു, നിങ്ങളുടെ ഒരു കൃത്യമായിട്ടുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസിൽ പോകുന്നതിനെക്കാട്ടിലും നല്ലത് ലുലുമോളുടെ മുമ്പിൽ തുണി പൊക്കി കാണിക്കുന്നതല്ലേ എന്ന് പറഞ്ഞ ആ ഇടത്ത് തന്നെയാണ് നിങ്ങൾ ഇന്ന് നിൽക്കുന്നത്. നിങ്ങൾ ഇങ്ങനെ തിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നിനക്ക് ജീവിക്കാനുള്ള ഒരു പ്രശ്നമാണോ? അതാണോ നീ ഉദ്ദേശിക്കുന്നത്? പക്ഷെ നിനക്കൊരു നിലപാടില്ലേ? നിനക്ക് ഒരു ഈ പറഞ്ഞത് മാതിരി നമുക്കൊക്കെ ഓരോ കുടുംബങ്ങളുണ്ട്, നമ്മളുടെ കുട്ടികൾ നമ്മളെ കണ്ട് പഠിച്ച് വളരുന്നു, അങ്ങോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇതെല്ലാം നമ്മളെ ബാധിക്കുന്നില്ലേ? എടോ, ഒരു ആരോപണം വരുമ്പോൾ പോലും എൻ്റെ കുടുംബത്തിനെയും എന്നെയൊക്കെ ഇത് ബാധിക്കുകയാണ്. നിങ്ങൾ ഇതിനെ വളരെ നിസ്സാരമായിട്ട് കാണരുത്. ദയവ് ചെയ്ത് നിങ്ങൾ സംസാരിക്കണം. നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾക്കൊരു സ്റ്റാൻഡ് ഉണ്ടായിരിക്കണം.
നിങ്ങൾ നിലനിൽക്കണം, നിങ്ങൾ നിന്ന് സംസാരിക്കണം, നിങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞിട്ട് നിങ്ങൾ ആ സ്റ്റാൻഡ് വിടരുത്. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ മാറ്റിയും തിരിച്ചും മറച്ചും ഒക്കെ ഈ പറഞ്ഞിട്ട് ഈ നാട്ടുകാരെ ഇങ്ങനെ പറയിപ്പിക്കുന്നത്? അത് കണ്ടന്റിന് വേണ്ടിയിട്ട് നിങ്ങളുടെ അരിപ്രശ്നമാണ്, നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇതാണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് നിലപാടില്ല, നമ്മൾ ആർക്കും ഒരു ഇൻഫ്ലുവൻസിങ് ചെയ്യുന്നില്ല ശരിക്കും. എന്താ എനിക്കിത് നിന്റെ അടുത്ത് പറയണമെന്ന് തോന്നിയതുകൊണ്ടാണ്. കാരണം നീ സച്ച് സൂപ്പറായിട്ട് നല്ല രീതിയിലാണ് നിന്റെ ജഡ്ജ്മെന്റ് നീ അഗ്നിപരീക്ഷയിൽ ചെയ്യുന്നത്. നീ എന്ന് മാത്രമല്ല, രഞ്ജിനി ചേച്ചി ആയാലും റിയാസ് സലീം ആയാലും സൂപ്പറായിട്ട് തന്നെയാണ്. നിങ്ങളുടെ മാക്സിമം എഫേർട്ടിൽ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിത്വത്തിൽ നിന്നുകൊണ്ട്, ഞാൻ മനസ്സിലാക്കിയ അഖിലിൽ നിന്നൊക്കെ നിന്നുകൊണ്ടാണ് നിങ്ങൾ ശരിക്കും ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ജനങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല അഖിലെ നിന്നെ. ഇല്ലെങ്കിൽ ഈ ഓഡിയൻസ് നിന്റെ ഓഡിയൻസ് അല്ലായിരുന്നു. ഈ അഗ്നിപരീക്ഷയിൽ പോലും നിന്നെ വിമർശിക്കുന്ന ഈ ഓഡിയൻസ് നിന്റെ ഓഡിയൻസ് അല്ലായിരുന്നു. നീ ആലോചിച്ച് നോക്കി, സങ്കടം തോന്നുന്നു മോനെ.